ഈ ബ്രഹ്മജിത്തും ഷർബിലും രണ്ടുപേരും തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ പ്രിസൺ സെല്ലാണ്. മെഡിക്കൽ കോളേജിൽ പ്രത്യേകം സെല്ലുണ്ട് ഈ തരത്തിലുള്ള ക്രിമിനലുകളെ തടവിൽ പാർപ്പിക്കാൻ. അപ്പോൾ ഈ പ്രത്യേക സെല്ലിൽ പോലീസ് സംരക്ഷണയോടെ കഴിയുകയാണ്. പോലീസ് ആക്രമണത്തിൽ പരിക്കേറ്റു, പോലീസിന്റെ പ്രതിരോധത്തിൽ പരിക്കേറ്റു എന്ന് പറയാൻ പറ്റത്തുള്ളൂ. വെറുതെ ഒരു പാർട്ടി നടത്തി വർത്തമാനം പറഞ്ഞ് പിരിഞ്ഞിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. അപ്പോൾ അവർക്ക് പാതിരാത്രി ആതിഥേയരുടെ അമ്മയെ കാണണം, ഉമ്മയെ കാണണം, കുശലാന്വേഷണം നടത്തണം. അപ്പോൾ അതിനൊക്കെ പോലീസ് കൊടുത്തൊരു മറുപടിയാണ് ഇപ്പോൾ അവർക്ക് കിട്ടിയത്. എന്തായാലും കമൻറ്റ് ബോക്സിൽ തൃശ്ശൂർ സിറ്റി പോലീസിന് അഭിനന്ദന പ്രവാഹമാണ്. ഇത്തരത്തിൽ പോലീസ് ഇനിയും പ്രവർത്തിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ എറണാകുളത്ത് കത്രിക്കടവിൽ ഒരു റെസ്റ്റോ ബാർ, അതൊരു DJ പബ്ബാണ്. എടശ്ശേരി മാൻഷനിലെ ഒരു മില്ലേനിയം റെസ്റ്റോ ബാറുണ്ട്. അവിടെ ഈ കഴിഞ്ഞ ദിവസം രാത്രി ഇതേപടി ഒരു സംഭവം ഉണ്ടായി. ഒരു പെൺകുട്ടി തന്നോട് അപമര്യാദയായി പെരുമാറിയ യുവാവിനെ ബിയർ ഗ്ലാസ് പൊട്ടിച്ച് കുത്തി. ഇത് രണ്ടുപേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഇത് ആദ്യം ഇരുവരും ചേർന്ന് ഒത്തുതീർപ്പിനായി വന്നതാണ്. പോലീസിന് ഞങ്ങൾക്ക് ഇരുവർക്കും പരാതിയില്ല എന്നൊരു ഉടമ്പടിയിൽ ഇവരത് ഒത്തുതീർപ്പിന് ശ്രമിച്ചെങ്കിലും പോലീസ് സമ്മതിച്ചില്ല. രണ്ടുപേർക്കെതിരെയും ഒരാളെ ഈ ബിയർ ഗ്ലാസ് പൊട്ടിച്ച് യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച എന്ന കേസിൽ യുവതിക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയതിന് ഈ യുവാവിനെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ കൃത്യമായ ഇടപെടലുകൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ നടക്കുന്ന ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം ഉണ്ടാകും. എന്തായാലും പാടത്ത് വീണ് പരിക്കേറ്റ ഗുണ്ടകൾക്കും അവരെ ആശുപത്രിയിൽ എത്തിച്ച പോലീസിനും അഭിനന്ദനങ്ങൾ. അല്ലാതെ എന്ത് പറയാൻ.